സജോ ദേവസി ഇപ്പോൾ വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. സജോ, 2 കുങ്കിയാനകളെ ദൃശ്യങ്ങളിൽ കാണാം. ആനയെ എങ്ങനെ തുരത്തും, അതിനായുള്ള എന്ത് ആലോചനയാണ് അവിടെ നടക്കുന്നത് സജോ? ഉന്മേഷ്, ഇപ്പോൾ മുത്തങ്ങയിൽ നിന്ന് 2 വിക്രം, സൂര്യ എന്നിങ്ങനെ 2 കുങ്കിയാനകളാണ് നിരവധി ഓപ്പറേഷനിൽ പങ്കാളികളായിട്ടുള്ള 2 കുങ്കിയാനകളെയാണ് നിലവിൽ മാനന്തവാടിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നേരത്തെ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരുന്നതിനോട് ചേർന്നുള്ളത് ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്. അതായത് മാനന്തവാടി നഗരത്തിൽ തന്നെ ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്. ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ സജോ ഇപ്പോൾ ഒരു വിവരം കൂടി വരുന്നുണ്ട്. മാനന്തവാടിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ മയക്കുവെടി വെക്കാം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ നിർദ്ദേശം വന്നു കഴിഞ്ഞിരിക്കുന്നു. സാഹചര്യമനുസരിച്ച് തീരുമാനമെടുക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. വാക്കാലാണ് ഈ നിർദ്ദേശം. ഉത്തരവ് ഉടൻ ഇറക്കും എന്ന് AV ജയശങ്കർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സജോ തുടരാം. ഉന്മേഷ്, അതിന്റെ ഭാഗമായി കൂടി തന്നെയാണ് കുങ്കിയാനകളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് മാനന്തവാടി നഗരത്തിൽ തന്നെയുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളിന്റെ പരിസരത്തേക്കാണ് 2 കുങ്കിയാനകളെ ഈ ഓപ്പറേഷന്റെ ഭാഗമായി ഡാർട്ട് ചെയ്യണം, അതിന്റെ ഓപ്പറേഷന്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇത് ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ്, മാനന്തവാടി നഗരത്തിൽ തന്നെയുള്ള ലിറ്റിൽ ഫ്ലവർ സ്കൂളാണിത്. ഈ പ്രദേശത്തേക്ക് ഇവിടെ ഇതാണ് നഗരമേഖല. ഇങ്ങോട്ടേക്ക് ഈ പ്രദേശത്തേക്ക് ആളുകളൊക്കെ ഇവിടെയുണ്ട്, ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഉദ്യോഗസ്ഥർ ഇനിയിപ്പോൾ പക്ഷേ ഈ ഭാഗത്തേക്ക്, അതായത് ഇപ്പോൾ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക്, അത് താഴേക്ക് വലിയൊരു കൊല്ലിയാണ്, വലിയൊരു കുഴി ഭാഗമാണ്, ചതുപ്പ് പ്രദേശമാണ്. അങ്ങോട്ടേക്ക് ഏത് വഴി അങ്ങോട്ടേക്ക് കുങ്കിയാനകളെ എത്തിക്കണം എന്നത് സംബന്ധിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആശയവിനിമയം നടത്തുന്നതേ ഉള്ളൂ. ഏതായാലും തൊട്ടടുത്ത്, അധികം ദൂരമില്ല, ഇവിടെ നിന്ന് 100 മീറ്റർ അകലെയാണ് നിലവിൽ തണ്ണീർക്കൊമ്പൻ നിലയുറപ്പിച്ചിരിക്കുന്നത്. ആ സ്ഥലത്തേക്കാണ് മുത്തങ്ങയിൽ നിന്ന് വിക്രം, സൂര്യ 2 കുങ്കിയാനകൾ. നിരവധി വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുതിയ ദൃശ്യങ്ങൾ കൂടി വീണ്ടും പഴയ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെ ആന എത്തിയിട്ടുണ്ട്. സുർജിത്ത് വിവരങ്ങൾ വെച്ചിരുന്നു. സുർജിത്ത്, ഇത് നേരത്തെ നിലയുറപ്പിച്ച അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ തണ്ണീർക്കൊമ്പനുള്ളത്? അതേ സ്ഥലത്ത് തന്നെ, അതായത് നേരത്തെ ഇവിടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ അത് തിരിച്ച് അതേ വഴി തന്നെ തിരിച്ചു വന്ന് അതിനുശേഷമാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്കത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. എന്തായാലും അതേ വാഴത്തോട്ടത്തിൽ ആന നിലയുറപ്പിച്ച് നിൽക്കുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വാഴത്തോട്ടത്തിന് സമീപത്ത് മണ്ണ് തുമ്പിക്കൈ കൊണ്ടെടുത്ത് മുകളിലേക്ക് എറിയുന്ന ആ ദൃശ്യത്തിലാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആന അല്പസമയം മുമ്പാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുമെന്നുള്ള ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ അത് ഇറങ്ങി അത് വീണ്ടും ആ വഴിക്ക് തന്നെ ചലിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വളഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല മറ്റ് തരത്തിൽ ആളുകളോട് ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. എന്തായാലും ആ നിർദ്ദേശം ആളുകൾ പാലിക്കുന്നു, അരികിലേക്ക് മാറി നിൽക്കുന്നു. പക്ഷേ ആനയെ മയക്കുവെടി വെക്കാൻ ഉള്ള ഉത്തരവ് ഇറങ്ങുമെന്ന് പറയുന്നു. എന്തായാലും ആ ദൗത്യം, ഇത് ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ കൊല്ലി കടന്നാൽ ഒരുപക്ഷേ മയക്കുവെടി വെക്കൽ എത്രമാത്രം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ സംശയം നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യം ജനപ്രതിനിധികൾ തന്നെ അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഈ കാര്യങ്ങൾ ആശങ്കയായി തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു നിമിഷം മയക്കുവെടി വെച്ചാൽ ഒരുപക്ഷെ പിടികൂടാൻ സാധിക്കും. 2 കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. ആ കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ട് മയക്കുവെടി വെക്കാനുള്ള ദൗത്യത്തിലേക്ക് തന്നെ കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഡാർട്ടിംഗ് ടീം ഉൾപ്പെടെ ഇപ്പോൾ അനുയോജ്യമായ ഒരു പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഈ കാട്ടാനയുടെ സാന്നിധ്യം ഉള്ളത്. ആ കാട്ടാന ഇപ്പോൾ വീണ്ടും അതേ വാഴത്തോട്ടത്തിലേക്ക് പോകുന്നു. അതേ വാഴത്തോട്ടത്തിലേക്ക് കടന്നു പോകുന്ന ആ കാഴ്ചയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്.